ഒരു ജാതി മാത്രം മതി എന്ന് പറഞ്ഞ ഒറ്റ ആളേ ഉള്ളൂ ഭൂമിയിൽ, അത് ഗുരുദേവൻ മാത്രം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശരിയാണ്, അതൊന്ന് ഭൂമിയിൽ ഞാൻ കണ്ടിടത്തോളം പാമ്പുകൾക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവത്തെ ഭയപ്പെടാറില്ല. കേട്ടിക വനദുർഗ ദേവി ക്ഷേത്രം എന്നൊരു ക്ഷേത്രം ഭയങ്കര കാവാണ്. ഇന്നതൊക്കെ ഇല്ല, നാളുകളെല്ലാം വെട്ടിപ്പറിച്ച് നാലിട്ട് വീടുകളായി. ഞാൻ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കിടന്നുറങ്ങുന്നത്. ഞാൻ എപ്പോഴും അമ്പലത്തിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ആരും ഒരാളും അവിടെ കിടക്കത്തില്ല. അത്രയ്ക്ക് നിബിഡമായ കാടാണ്. ഇപ്പം ഉറങ്ങിയ സമയത്ത് രോമനുണ്ടാകും. അപ്പോൾ ഉറങ്ങിയ സമയത്ത് ഇത്രയുള്ളൊരു മോള്, നല്ല പച്ച പട്ടുടുത്ത് നല്ല വീതിയുള്ള കരയുള്ളൊരു മോള് വന്നിട്ട് എന്നെ ഒരു ദണ്ട് വെച്ച് ഒറ്റയാടി. പാമ്പ് പിടിക്കുന്ന എൻ്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ്, അശ്രദ്ധയുള്ളതുകൊണ്ട്. എൻ്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട്. പ്രത്യുൽപാദനത്തിന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാ ജീവികൾക്കും അവകാശമുണ്ട്, മനുഷ്യന്മാർക്ക് മാത്രമല്ല അവകാശമുണ്ട്. അപ്പോൾ ഭൂമിയിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് ആ ഇണചേരുന്ന പാമ്പിനെ ഒരു ചാക്കിൽ പിടിച്ച് കെട്ടി രണ്ടിനെയും കൂടെ കൊണ്ട് ഞാനൊരു കാട്ടിക്കൊണ്ട് തുറന്നു വിടുക. രണ്ട് വഴിക്ക് പോകും. അപ്പോൾ ഞാൻ ആ ജീവിയോട് ചെയ്യുന്നത് എന്ത് നിയമമാണ്? അപ്പോൾ ഞാൻ പാമ്പിനെ സംരക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സിക്സ്ത് സെൻസ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടൻ ആരുടെ വിളിച്ചു ചോദിച്ചു. ഞാൻ അപ്പോൾ ഒരു കടി കിട്ടുന്നതിന് മുന്നേ ഞാൻ പറയും, നേരത്തെ സ്വപ്നം കാണുന്നുണ്ട്, എൻ്റെ കൈ കടിക്കുന്നു, എനിക്ക് വെള്ളം മുറിക്കുന്നത് ഞാൻ സ്വപ്നം കാണും. അപ്പോൾ അവർക്ക് നിർബന്ധിച്ച് പാമ്പിനെ വെളിയിറക്കി കാണണം. അപ്പോൾ കോഞ്ചേട്ടൻ തന്നെ പറയും, സുരേഷ് ഇറക്കി കാണിച്ചു കൊടുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് അപകടമാണ്, എന്നെ കടിക്കും, എൻ്റെ കൈ മുറിക്കുക, വെള്ളം മുറിക്കേണ്ടി വരും. പിന്നെ അവർ നിർബന്ധിച്ച് ഞാൻ വെളിയിറക്കുന്നു, കാണിക്കുന്നു, പാമ്പിനെ തിരിച്ച് കൂട്ടിലാക്കുന്നു, കടിക്കുന്നു, മുറിക്കുന്നു. അപ്പോൾ ഞാൻ പാമ്പുകളെ ആരാധിക്കുന്നു. പാമ്പുകളിലൊരു പ്രത്യേകത, അവർക്ക് മാത്രം ജാതിയില്ല. പിന്നെ ഞാൻ മറ്റൊരാളിനെ കൂടി ബഹുമാനിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ കോലാഹലങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇലക്ഷൻ ആവുന്നതിന് മുന്നേ ആർക്കും ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷേ ഇലക്ഷൻ ആകുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ജാതിപരമായിട്ടുള്ള ആൾക്കാരുടെ സംഘടന സ്ഥലത്ത് പോയാണ് വോട്ട് ചോദിക്കുന്നത്. ജാതി സംഘടനകളുണ്ട്. ജാതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പോണത്? അപ്പോൾ ജാതി ഇപ്പോൾ പാമ്പ് വന്ന് കയറുന്നത് ഇന്ന ജാതി എന്ന് പറഞ്ഞാൽ പാമ്പ് വന്ന് കയറുന്നത്. പാമ്പ് എല്ലാവരുടെ വീട്ടിലും പാമ്പ് കയറും. അല്ലാതെ അമ്പലവാദിയെന്നോ പള്ളിയിൽ പോകുന്ന ആളെന്നോ അല്ലെങ്കിൽ ഖുർആൻ വിശ്വസിക്കുന്ന ആളെന്നൊന്നും പാമ്പുകൾക്ക് എല്ലായിടത്തും ഒരുപോലെ സഞ്ചരിക്കുന്നത്. അവന് ഫുഡിന് വേണ്ടിയാണ് അവൻ സഞ്ചരിക്കുന്നത്. ഇവരങ്ങനെയല്ല, ആളുകളുടെ കാലുകടി കുടിക്കാൻ വേണ്ടിയാണ് അവർ സഞ്ചരിക്കുന്നത്, ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട്, ജാതി ചിന്ത. അപ്പോൾ മനുഷ്യർ പിന്നെ അവിടെ ഞാൻ ഒരാളിനെ ബഹുമാനിക്കുന്നു. ആർക്കെന്നറിയാം? ഒരു ജാതി മാത്രം മതി എന്ന് പറഞ്ഞ ഒറ്റ ആളേ ഉള്ളൂ ഭൂമിയിൽ, അത് ഗുരുദേവൻ മാത്രം. മനുഷ്യജാതി, ആണും പെണ്ണും എന്ന് ഞാൻ പറയുന്നില്ല, ആണും പെണ്ണും അല്ല, മനുഷ്യന്മാരാണ് ഒരു ജാതി തന്നെ. ആൺജാതി പെൺജാതി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ അവിടെ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശരിയാണ്, അതൊന്ന് ഭൂമിയിൽ ഞാൻ കണ്ടിടത്തോളം പാമ്പുകൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ പാമ്പിനെ ആരാധിക്കും. ലോകമുള്ളിടത്തോളം അങ്ങനെ പാമ്പിനെ ആരാധിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിന് ഞാൻ പാമ്പിനെ ചില സമയത്ത് ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയി പാമ്പിനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എന്താ പറയുക, ഈ നമ്മൾ ഈ മണ്ണിലൊക്കെ വീടിൻ്റെ ചെവലിൽ മണ്ണ് വെച്ച് കൂടെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ പ്രാണി ഉണ്ടോ, അതിൻ്റെ പേരെന്താണ്? അതിനെന്താ നമ്മളൊരു പേര് വിളിക്കുമല്ലോ, എന്താ അതിൻ്റെ പേര്? ഈ മണ്ണുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളത് പറഞ്ഞൊക്കെ ഒരു ചെറിയ കടന്നിൽ പറയും. മറന്നൊന്നുമില്ല, മനഃപൂർവ്വം പറയാത്തത് വേട്ടവാളിയൻ എന്നാണ്. വേട്ടവളിയൻ എന്നുണ്ട്. ഇത് പക്ഷെ നമുക്ക് ഉപദ്രവകാരികളല്ല. പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ ചുറ്റിലുള്ള കുറേ വേട്ടവളിയന്മാരും വേട്ടവളിയന്മാരും നമുക്ക് ഉപദ്രവകാരികളാണ്. അതിന് യാതൊരു സംശയമില്ല. സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ പറയും ജാതിയില്ല, നമ്മൾ ഇപ്പോൾ പ്രസംഗിക്കപ്പോഴും ജാതിയില്ല. ജാതി വേണം, ജാതി വേണ്ടെന്ന് ആരാ പറഞ്ഞത്? ജാതി വേണ്ടെന്ന് ആരാ പറഞ്ഞു? ജാതി ഭൂമിയിൽ വേണം, മതം വേണം, എന്നാലും എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഒന്ന് മാത്രമാണ് ഈ ഭൂമിയിൽ എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മതം വേണം, ജാതി വേണം, ഇതൊക്കെ അനിവാര്യമാണ്. ഇതില്ലാത്ത ഒരു ലോകം ഉണ്ടാവാനും പോകുന്നില്ല. അങ്ങനെ ആർക്കും ഭൂമിയിൽ സമായിട്ട് ജീവിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ എല്ലാവരും നിൽക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും നടക്കുമോ? ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഒരു അമ്മയ്ക്കും ഒരു അച്ഛനും ഒരു പ്രായപൂർത്തിയായ പെങ്ങൾക്കും ഒരു സഹോദരനും ഒരു റൂമിനകത്ത് ജീവിക്കാൻ പറ്റുമോ? അവരൊരു വിശ്വാസമല്ലേ നമ്മൾ ആ ദൈവമുണ്ട്, അത് പാമ്പാണ് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ ദൈവത്തെ ഭയപ്പെടാറില്ല. ദൈവം നമ്മൾ എന്താ പറയുക, നമ്മളെ സംരക്ഷിക്കുന്നവരാണ്. അത് പാമ്പ് കടിക്കുന്നു അപ്പോൾ ചോദിക്കും, പാമ്പ് കടിക്കുന്ന എൻ്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ്, അശ്രദ്ധയുള്ളതുകൊണ്ട്. എൻ്റെ കയ്യിലിരിപ്പ് മോശമായിട്ടുണ്ട്. പാമ്പുകളുടെ കയ്യിൽ പോലെ മര്യാദയ്ക്ക് പറമ്പ് ജീവിക്കുന്ന പാമ്പുകളെ പിടിച്ച് കൊണ്ട് ചാക്കി കെട്ടി എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിട്ടാൽ എന്തായാലും അവർക്കും ഞാൻ ചോദിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, ഒരു ഇണ ചേരുന്ന
ഭൂമിയിൽ പ്രത്യുൽപാദനത്തിന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാ ജീവികൾക്കും അവകാശമുണ്ട്, മനുഷ്യന്മാർക്ക് മാത്രമല്ല അവകാശമുണ്ട്. അപ്പോൾ ഭൂമിയിൽ നമ്മളെ നാട്ടിൻ പ്രദേശത്ത് പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് ആ ഇണചേരുന്ന പാമ്പിനെ ഒരു ചാക്കിൽ പിടിച്ച് കെട്ടി രണ്ടിനെയും കൂടെ കൊണ്ട് ഞാനൊരു കാട്ടിക്കൊണ്ട് തുറന്നു വിടുക. 2 വഴിക്ക് പോകും, 2 വഴിക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ആ ജീവിയോട് ചെയ്യുന്നത് എന്ത് നിയമമാണ്, എന്ത് നീതിയാണ്? ഞാനിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയതാണ്, ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ പാമ്പിനെ സംരക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പോണ ജീവികൾ 2 സ്ഥലത്ത്, ആ ഒരു ഇണയായിട്ട് ജീവിക്കേണ്ട, പേരായിട്ടൊരു സ്ഥലത്ത് ജീവിക്കേണ്ട സാധു ജീവികൾ, അവർ സ്നേഹിച്ച് കുടുംബം തുടങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവനെ പിടിച്ച്, ഞാൻ മാത്രമല്ല എല്ലാ പാമ്പുപിടുത്തക്കാരും ചിന്തിക്കേണ്ടതാണ്. ഒരാൾ മാത്രമല്ല, എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഈ വനം വകുപ്പ് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വനം വകുപ്പ് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന അപ്പം മാറ്റിയും കഴിഞ്ഞു അവരെ പിടിച്ച് 2 സ്ഥലത്തോട്ട് തുറന്നു. ഇത് ജീവിക്കും നാളെ. ഇപ്പോൾ ഒരു ഗർഭിണിയായ ഒരു അണലിയെ പിടിച്ച് നമ്മൾ കാട്ടിക്കൊണ്ടുവിട്ട് നാട്ടിൽ നിന്ന് അതവിടെ ജീവിക്കുമെന്നോ പ്രസവിക്കുമെന്നോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പെട്ടെന്ന് തുറന്ന് പേടിച്ച് സ്പീഡിൽ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഇത് വയർ എവിടെയെങ്കിലും അടിക്കുമ്പോൾ അതിനകത്ത് ഇതിന് ക്ഷതം ഉണ്ടാക്കി അമ്മയും മരിക്കാം, കുഞ്ഞുങ്ങളെല്ലാം മരിക്കാം. ഇപ്പോൾ കാട്ടിക്കൊണ്ട് തുറന്ന് നിരന്ന തറയിലാണ് കൊണ്ട് തുറന്നു വിടുന്നത്. ചിലപ്പോൾ ചെങ്കുത്തായ സ്ഥലത്തായിരിക്കും. ഇത് താഴോട്ട് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതിന് ബാലൻസ് തട്ടി അടിച്ചാണ് താഴേക്ക് പോകും, അവിടെ കിടന്ന് മരിക്കും. ഞാനൊക്കെ ഈ ഗവിയിൽ നിന്ന് നമ്മുടെ ഈ റാന്നി റാപ്പിട്ടോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ പഞ്ചാരം ഗവിയിലേക്ക് പോകുന്നതിനൊക്കെ ഒരു 30 കിലോമീറ്റർ താഴെ ഒരു പഞ്ചാരം വേണമെന്നൊരു സ്ഥലം. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഭയങ്കര കാടാണ്. അവിടെയാണ് ലോകത്തിൽ ദൈവമുള്ളത്. എവിടെയാണ്? ഉറാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഉറാൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും ശുദ്ധജലം ഉണ്ടാകുന്ന സ്ഥലം. ഭൂമി നമ്മുടെ അത് വെള്ളം കുടിക്കുന്നത് കാരണം തമിഴ്നാട്ടിലുള്ളവർ ഈ വെള്ളം അവർക്കാണ്. അത്ര മനോഹരമായ സ്ഥലം. അതിൻ്റെ താഴ്വര അവിടെ നടത്തുള്ള 2 ദിവസം ആ വഴിയാണ് ഞങ്ങൾ പാമ്പിനെ തുറന്നു വിടുന്നത്. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഒരു പാമ്പിനെ ഈ ആഴ്ചയുടെ യാത്രയിൽ 10 എണ്ണത്തിന് 50 എണ്ണത്തിന് വിട്ടു. ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്യും. ചിലപ്പോൾ രാത്രി അവിടെ കിടക്കും. അപ്പോഴൊക്കെ നമ്മൾ ഒരു ജീവിയെ നമ്മളവിടെ കണ്ടിട്ടില്ല. വിട്ട ഒരു പാമ്പിനെ നമ്മൾ ആ പരിസരത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അത് ജീവിക്കുന്ന ഒരു പഠനം ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇന്ന് വരെ പാമ്പിൻ്റെ പ്രത്യേകതകൾ ഇംഗ്ലീഷുകാർ എഴുതി വെച്ച കഥയല്ലാതെ ഒരു കഥയില്ല. യഥാർത്ഥ കഥ തിരക്കി അന്വേഷിച്ച് നടക്കലായിരുന്നു എൻ്റെ ജോലി. ഇതിലെന്തെങ്കിലും പറയും. അപ്പോൾ ഞാൻ പാമ്പിനെ ആരാധിക്കാൻ കാരണം എനിക്ക് പാമ്പ് കടി കിട്ടുന്നതിന് ഒരു 15-20 ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഇല്യൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഉൾവിളി പോലെ ഒരു 6th സെൻസ് ഉണ്ടാവാറുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടൻ ആരുടെ വിളിച്ച് ചോദിച്ചോളൂ. ഞാൻ അപ്പോൾ ഒരു കടി കിട്ടുന്നതിന് മുന്നേ ഞാൻ പറയും പണി ഇരിക്കുന്നു, കടി കിട്ടാൻ പോകുന്നു, കൃത്യമായിട്ട് പറയും. ആ കടി കൃത്യമായിരിക്കും. ഞാൻ കാണുന്ന സ്വപ്നം കയ്യിലാണ് കടിയുടെ കയ്യിലായിരിക്കും. ഇത് ഞാനും ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു KSRTC-യിലുണ്ടായിരുന്ന ഒരാളുണ്ട്. പുള്ളി കഴിഞ്ഞിട്ട് ഞാനായിട്ട് പുള്ളി ഒരു പുതിയ ആക്റ്റീവ് ഞങ്ങൾ ആറ്റിങ്ങിലായപ്പോൾ ഞാൻ തലേദിവസം സ്വപ്നം കാണുന്നുണ്ട് പാമ്പ് കടി. അപ്പോൾ ഞാൻ രാവിലെ എന്നെ വിളിച്ചതാണ് കല്ലമ്പലത്ത് വെട്ടിമൻ കൊണ്ടത്. അപ്പോൾ ഞാനത് ഒഴിഞ്ഞ് ഉച്ചയ്ക്ക് 3 മണി വരെ വെയിറ്റ് ചെയ്തു. 10 മണിക്ക് വിളിച്ചു. അപ്പോൾ ഞാനിവിടെ ആറ്റിങ്ങിലെത്തിയപ്പോൾ എൻ്റെ വണ്ടിയിലൊരു തമിഴ്നാട് ലോറി വന്ന് തട്ടി. അപ്പോൾ ലോറി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കാല് മാറ്റി. അപ്പോൾ ഡോഡിയിലാണ് അല്ലെങ്കിൽ എൻ്റെ കാലിലേ തട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇതൊരു എന്തോ ഒരു പണിയാണ്, അപകടമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മനെ വിളിച്ചാൽ പോയി എടുത്തു. അതാണ് കടി കിട്ടുന്ന കടി. അത് കഴിഞ്ഞ് വെഞ്ഞാറമുണ്ട് മണ്ഡപൻ കൊന്നിട്ട് നിങ്ങൾക്ക് ഇന്നും അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം. ഈ പോയ കടി നേരത്തെ സ്വപ്നം കാണുന്നുണ്ട്. എൻ്റെ കൈ കടിക്കുന്നു, എനിക്ക് വെള്ളം മുറിക്കുന്ന ഞാൻ സ്വപ്നം കാണുന്നു. എൻ്റെ പാമ്പ് കടിച്ച് എൻ്റെ കൈ മുറിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ പാമ്പിനെ വെഞ്ഞാറമുണ്ട് ഗോവൻചേട്ടനെ വിളിക്കുന്നു. മാധ്യമത്തിൻ്റെ ലേഖനമായിരുന്നു. പോയി പാമ്പിനെ എടുത്തു, ബാഗിലാക്കി. ഒരു 100 മീറ്റർ നടന്നപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ എന്ന മറ്റാണ് അവരുടെ പേരെന്നെ ഓർമ്മ. ഇത്രയും വർഷമുണ്ട്, 15 വർഷത്തോളം. അപ്പോൾ അവർക്ക് നിർബന്ധിച്ച് പാമ്പിനെ വെളിയിറക്കി കാണണം. അപ്പോൾ ഗോവൻചേട്ടൻ തന്നെ പറയും സുരേഷ് ഇറക്കി കാണിച്ചു കൊടുന്നു. ഞാൻ ചേട്ടാ ഇത് അപകടമാണ്, തന്നെ കടിക്കും, എൻ്റെ കൈ മുറിക്കാൻ വെള്ളം മുറിക്കേണ്ടി വരുന്നു. പിന്നെ അവർ നിർബന്ധിച്ച് ഞാൻ വെളിയിറക്കുന്നു, കാണിക്കുന്നു, പാമ്പിനെ തിരിച്ച് കൂട്ടിലാക്കുന്നു, കടിക്കുന്നു, മുറിക്കുന്നു. 1 ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങൾ അന്വേഷിച്ചറിയാം, കല്ലമ്പലത്തിനാണ് ആലങ്കോടിനടുത്ത് നമ്മുടെ ഒരു പ്രേം സലീം എന്നൊരു ചെറുപ്പക്കാരനായിരുന്നു. പാമ്പുപിടുത്തക്കാരനായിരുന്നു. പെട്ടെന്ന് പാമ്പുപിടുത്തത്തിലേക്ക് വന്നതാണ്. ദുബായിലെ മറ്റായിരുന്നു. അതൊക്കെ നിർത്തി പുള്ളി ഇവിടെ വന്ന് CPIയുടെ അറിയപ്പെടുന്നൊരു പാർട്ടി പ്രവർത്തനമൊക്കെ ആയിരുന്നു. പുള്ളി പാമ്പിനെ പിടിച്ചു തുടങ്ങി. അപ്പോൾ എനിക്കൊരു കോൾ വരുന്നു കല്ലമ്പലത്ത്. അപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നു, പാമ്പിനെ കടിക്കുന്നു, ഞാൻ മരിക്കുന്നതായിട്ട്. എന്താ നമുക്കുള്ള രോമ എണ്ണീറ്റിക്കും. ഞാൻ സ്വപ്നം കണ്ട്. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു. എന്നെ 2 വയസ്സിന് പോയി. അപ്പോൾ ഞാൻ സലീമായിട്ട് ഒരു കോളുണ്ട്, പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ നാട്ടിലില്ല എന്ന് പറഞ്ഞു. പോകാൻ സുരേഷ് നമ്പർ കൊടുന്നു. ഞാൻ നമ്പർ കൊടുത്തു.
പുള്ളി അത് പോയി പിടിച്ചു, പുള്ളിയെ കടിച്ച് ഒരു 9 മണിയായപ്പം പുള്ളിയുടെ കൂട്ടുകാരെന്നെ വിളിച്ചു, മെഡിക്കൽ കോളേജിൽ വെച്ച്. പ്രേംസലീം ഹോസ്പിറ്റലിലാണ് കടി കിട്ടിയെന്ന് പറഞ്ഞു. പുള്ളി ഫോൺ പിടിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ അഡ്മിറ്റ് ആവും, ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന്. പുള്ളിക്കാരൻ്റെ ഫോൺ മറ്റവൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞു, മറ്റേ ഫോൺ എടുക്കും. ഞാൻ പറഞ്ഞു പുള്ളി ഇപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞൊരു അരമണിക്കൂറിനകത്ത് പുള്ളി മരിച്ചു. അപ്പോൾ ഇതെല്ലാം നാട്ടിൽ നടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോട്ടയത്ത് കടിയിട്ട്. അതിനിടയ്ക്ക് ഒരുപാട് കടിയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. എൻ്റെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന എല്ലാം ഞാൻ പറയാനുണ്ട്. ഒരു നായി കുറുക്കേ ചാടുകയും ഞാൻ പറയും വണ്ടി സൂക്ഷിച്ചോട്ടിക്ക്, വണ്ടി അപകടത്തിൽപ്പെടുന്നു. അപ്പുറത്തെ നായെങ്കിലും വന്ന് കുറുക്കേ ചാടാതിരിക്കത്തില്ല, ഉറപ്പായിട്ട്. ഇതൊന്നും എന്താ പറയുക, ഒരാളും അവരുടെ അനുഭവങ്ങൾ അവർ പറയും. എൻ്റെ ഡ്രൈവർമാരായിരുന്നല്ല, അവരുടെ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അനുഭവം ഞങ്ങൾ മധുസൂദൻ എന്നുള്ളൊരു ഫോട്ടോഗ്രാഫറുണ്ട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. പുള്ളി കണ്ണമ്പുരത്ത് താമസം. ഇപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് ആളായി. പുള്ളി ഒരു രാജകോമ്പയുടെ കോൾ വരുമെങ്കിൽ ഞാൻ തലേ ദിവസം സാറേ ഒരു മരത്തിൻ്റെ മണ്ടയിൽ ഒന്നിരിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്. എന്തായാലും 2 ദിവസത്തിനകത്ത് കാണും സാർ റെഡി ആയതെന്ന് പറയും. കൃത്യം മരത്തിനുണ്ട് എല്ലാ രാജകോമ്പലും ഉണ്ടാവും, കൃത്യം സംഭവിച്ചു. നിങ്ങൾ ആടുത്തോളം ചോദിക്കും, അവിടെ ആ നാട്ടിലുള്ളവർ ചോദിച്ചു നോക്കിയാൽ. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ ഉത്തരത്തിൻ്റെ മണ്ടയിൽ കഴുക്കോളിനകത്തിരിക്കുന്ന ഒരു സ്വപ്നം. അപ്പോഴും ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞു 2 ദിവസം മുന്നേ. അടുത്ത ദിവസം അഴുത ശബരിമലയ്ക്ക് അടുത്ത അഴുതയിൽ വീട്ടിൻ്റെ മണ്ടയിൽ രാജകോമ്പലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ ഒന്നിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയി, അല്ലെങ്കിൽ ഒരു സാധനത്തിൽ തന്നെ നമ്മൾ എപ്പോഴും ചിന്ത ആയിരുന്നാൽ അതിൽ നിന്ന് വരാവുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും, ഉറപ്പായിട്ട് അറിയാം. അതാണ് എനിക്ക് എൻ്റെ കുഞ്ഞ് തലച്ചോറിനകത്ത് വരുന്നതാണ് എൻ്റെ ചിന്താഗതി. പിന്നെ ഞാൻ സ്വപ്നമായിട്ടാണോ കാണുന്നത്? എല്ലാം സ്വപ്നമായിട്ട് കാണും. എൻ്റെ അച്ഛൻ മരണപ്പെടുന്നതായിട്ടേ സ്വപ്നങ്ങൾ. പക്ഷേ മരണപ്പെടുന്ന പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷേ കൃത്യമായിരുന്നു അച്ഛൻ മരണപ്പെട്ടു. എൻ്റെ അനിയത്തിക്ക് ഇതുപോലെ ചെറിയ കുഴപ്പം. അനിയത്തി ഇതുപോലെ സൂക്ഷിക്കണം, നിനക്ക് അപകടം ഉണ്ടെന്നോ. അതുപോലെ ആയിരിക്കും അന്നോ പിറ്റെന്നോ അല്ലെങ്കിൽ 2 ദിവസത്തിനകത്തോ കൃത്യം അപകടം കടി കിട്ടും, അത് ഉറപ്പാണ്. എൻ്റെ വണ്ടി അപകടങ്ങൾ. ഞാൻ പത്തനംതിട്ട എറണാകുളത്ത് വേണ്ടി ഇങ്ങോട്ട് വരുന്നു. വന്നപ്പോൾ സമയത്ത് എൻ്റെ ഡ്രൈവർ ചേട്ടൻ ഞാനിവിടെ കഴിക്കാൻ ഇറങ്ങി. വണ്ടി ഒതുക്കിയിട്ടിട്ടാണ് ഇറങ്ങി. നമ്മൾ ചേട്ടൻ എന്തെങ്കിലും സൂക്ഷിച്ചിട്ട് വണ്ടിക്ക് എന്തോ വരാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിക്കാണ്ട് ചെന്ന് കൈയടി ഇരുന്നപ്പോൾ ഒരു പടക്കൂര സൗണ്ട് കേൾക്കും. വേറൊരു വണ്ടി ഒന്നും എൻ്റെ ബാക്കിൽ ഇടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇടിച്ച എൻ്റെ പഞ്ച് കാർ, എനിക്ക് എൻ്റെ വണ്ടിയല്ല, പങ്കജ കസ്തൂരി മേടിച്ചെന്ന വണ്ടിയാണ്, ആ സ്പോൺസർ ചെയ്ത വണ്ടിയാണ് അവർ. അപ്പോൾ ആ വണ്ടി ഞാൻ എൻ്റെ അനിയത്തിയെ കൊണ്ട് കാരണം എൻ്റെ അനിയത്തിക്ക് ഷുഗർ കൂടിയിട്ട് കാരണം എൻ്റെ കാഴ്ച കുറഞ്ഞു. അപ്പോൾ ലേസർ ചെയ്യാനായിട്ട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. അപ്പോൾ ആരെയും കഴിഞ്ഞപ്പോൾ അവനെ വരാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ച കൊണ്ട് പുള്ളിയോട് പറയണം സൂക്ഷിക്കണം, വണ്ടി അപകടത്തിൽപ്പെടും, സൂക്ഷിക്കണം, നല്ല പണിയായിരിക്കും, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. വണ്ടി പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, അല്ലെ വർഷപ്പെടണം, നീ സൂക്ഷിക്കണമെന്ന്. പിന്നെ പുള്ളി വണ്ണന്തല വെച്ച് പുള്ളിയുടെ വണ്ടിയുടെ പുറകിൽ KSRTC കൊണ്ട് ഇടിച്ചും കയറി. ഇപ്പോൾ നല്ല പണി, 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക. പിന്നെ വേറൊരു പ്രത്യേകത, ഞാൻ നാട്ടിൽ ചെറിയ പ്രശ്നക്കാരനായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അപ്പം ഞാൻ മുടിയൊക്കെ ഇതുവരെ വളർത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ 9-10 വയസ്സിലൊക്കെ ഞാൻ മുടിയൊക്കെ ഇതുവരെ വളർത്തി അമിതമായിട്ട് വിശ്വസിച്ച ഒരു അമ്പലം. അതും അപ്പോഴെനിക്ക് രോമാഞ്ചം ഞാൻ പള്ളിയും മോസ്കിനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ കേട്ടിക്ക വനദുർഗ ദേവി ക്ഷേത്രം എന്നൊരു ക്ഷേത്രം ഭയങ്കര കാവാണ്. ഇന്നതൊക്കെ ഇല്ല, നാളുകളെല്ലാം വെട്ടിപ്പറിച്ച് 4 വീടുകളായി. അപ്പം ഞാൻ അവിടെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഞാനന്ന് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടിയായിട്ടൊക്കെ സഞ്ചരിച്ച് എന്തൊക്കെയോ ബസ്സിന് ഗാലറിയിലോ അങ്ങനെ എന്തൊക്കെയോ ഹർത്താലിന് ഗാലറിയിലോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി പോലീസിനെ തിരക്കി നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അന്ന് കമ്മീഷണർ വണ്ടിയിലൊക്കെ ഗാലറിയോ പടക്കറിയോ എന്തൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കിടന്നുറങ്ങുന്നത്. ഞാൻ എപ്പോഴും അമ്പലത്തിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ആരും ഒരാളും ഇവിടെ കിടക്കത്തില്ല, അത്രയ്ക്ക് നിബിഡമായ കാടാണ്. ഇവിടെ പോകുമ്പോൾ ഇപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ ഞാനിവിടെ കിടന്നിങ്ങനെ ഉറങ്ങുന്ന രാത്രി ഉറങ്ങിയ സമയത്ത് എനിക്ക് രോമാഞ്ചം ഉണ്ടാകും. അപ്പോൾ ഉറങ്ങിയ സമയത്ത് ഇത്രയുള്ളൊരു മോള്, ആ മോളെ ഇപ്പം ഞാൻ വെളിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ മോളുടെ അത്രയല്ല ഇത്രയുള്ളൊരു മോള്, നല്ല പച്ച പട്ടുടുത്ത് നല്ല വീതിയുള്ള കരയുള്ളൊരു മോള് വന്നിട്ട് എന്നെ ഒരു ദണ്ട് വെച്ച് ഒറ്റയാടി. എണീക്കടാ പോലീസ് എന്ന് പറഞ്ഞു. സ്വപ്നത്തെ ഞാൻ കാണുന്നു. ഞാൻ കണ്ണ് തുറന്ന് നോക്കുന്നു, എന്നെ 4 ചുറ്റും വളർന്നു. പക്ഷെ ഞാൻ കിടക്കുന്ന അവർ കാണുന്നില്ല. ഞാനൊരു തൂണിൻ്റെ മറവിലാണ് കിടന്നത്.